പ്രിയരെ, യേശു നമ്മളെ അനുഗ്രഹിക്കുന്ന കൃപാവരത്തിൻ്റെ പുലർകാല വിചിന്തനം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, തിരുവചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പ്രഭാതത്തിൽ അവിടുത്തെ ഓരോ വചനവും ഞങ്ങളുടെ ജീവിതത്തെ ഇന്ന് നയിക്കുന്ന അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. ഇതിലൂടെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. പ്രിയരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന ദൈവ തിരുവചന ഭാഗം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. വചനം പറയുന്നു, പ്രഭാതത്തിൽ അവൻ ഉണർന്നെഴുന്നേറ്റ് മലമുകളിലേക്ക് പോകുമായിരുന്നു പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി. അപ്പൊ എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന, പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ നടത്തുന്ന അധര വ്യായാമത്തിന് പറയുന്ന പേരല്ല പ്രാർത്ഥന. ഒരുവന്റെ ഹൃദയത്തെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ദൈവവുമായിട്ട് വിലയം പ്രാപിക്കുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് പ്രാർത്ഥന. അവിടെ നിന്റെ ആവശ്യങ്ങളൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്ന പ്രക്രിയയല്ല അത്. അല്ലെങ്കിൽ ദൈവവുമായിട്ട് നീ ഉറപ്പിക്കുവാൻ ഒരുങ്ങുന്ന സന്ധിയുടെ പേരല്ല പ്രാർത്ഥന. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മൾ കൂടുതൽ അനുഗ്രഹമുള്ളൊരു ദേവാലയം കണ്ടെത്തിയാൽ ആ ദേവാലയത്തിലേക്ക് നമ്മൾ ഓടിക്കയറി ചെല്ലും. അവിടെ പോയി നിന്ന് നമ്മൾ വിശുദ്ധരുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഉറക്കെ പ്രാർത്ഥിക്കും, എനിക്കത് തരണം, ഇത് തരണം എന്നൊക്കെ പ്രാർത്ഥിക്കും. പലപ്പോഴും നമ്മൾ സക്രാരിയിലേക്ക് പോലും തിരിഞ്ഞു നോക്കില്ല. നമ്മൾ അവിടേക്കൊന്ന് നോക്കി വണങ്ങുകയോ മുട്ടുകുത്തുകയോ പോലും ചെയ്യില്ല. പ്രിയപ്പെട്ടവരെ, ഒന്നറിയണം, ദൈവത്തിൻ്റെ കൃപാവരം നമ്മളിലേക്ക് എത്തിക്കുന്ന മധ്യസ്ഥർ മാത്രമാണ് വിശുദ്ധർ. അവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ദൈവം നൽകിയ കൃപാവരത്തെ ജീവിതത്തിൽ വിശുദ്ധിയായിട്ട് കൊണ്ടു നടന്നവരാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് വിശുദ്ധർ. പക്ഷെ ആ വിശുദ്ധർക്ക് വിശുദ്ധി നൽകിയവർ ആ സക്രാരിയിലിരിപ്പുണ്ട്. അവൻ്റെ അരികിലേക്ക് ഒരു വട്ടം പോലും എത്തി നോക്കാൻ കഴിവില്ലാതെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അനുഗ്രഹമുള്ള പ്രാർത്ഥനയാണോ? യഥാർത്ഥമായി വിശുദ്ധിയുടെ പ്രാർത്ഥനയാണോ? ദൈവത്തിൻ്റെ അരികിൽ ചെന്ന് നിന്ന് നിന്റെ ആവശ്യങ്ങളെ മാത്രം ഉണർത്തിക്കുന്നല്ല പ്രാർത്ഥന. ഒരു നിമിഷം നിന്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കൊന്ന് ചേർത്ത് പിടിക്കണം. കർത്താവേ, നിന്റെ ആത്മാവിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ നൽകുന്നു, ആ കൃപ എന്നിലേക്ക് ഒഴുകി വരണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിന്റെ ജീവിതത്തിലേക്ക് എത്തിക്കുന്ന പരിശുദ്ധാത്മാവും നിന്റെ ആത്മാവും തമ്മിൽ ഒന്ന് ചേരുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രാർത്ഥന. അവിടെ മനുഷ്യൻ അവൻ്റെ ആവശ്യങ്ങളുടെ മേൽ നിരന്തരമായി ദൈവത്തിൻ്റെ മേൽ ഉണർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയ അല്ലാതെ ദൈവത്തിലേക്ക് നിന്റെ ആത്മാവിനെ ഒന്ന് ചേർത്ത് പിടിക്കുക. ദൈവം നിന്റെ ഓരോ കാൽപാദങ്ങളെയും സൂക്ഷിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകണം. നിന്റെ കുടുംബത്തുടനീളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം നിറഞ്ഞു നിൽക്കുന്ന അനുഭവം ഉണ്ടാകണം. അതിന് പറയുന്ന പേരാണ് പ്രാർത്ഥന. നമുക്കൊന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മനസ്സിനെ യഥാർത്ഥമായ പ്രാർത്ഥനയിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണമേ. എൻ്റെ മനസ്സിന് വിവേചനത്തിൻ്റെ ശക്തി നൽകണമേ. യഥാർത്ഥമായി പ്രാർത്ഥിക്കുവാനുള്ള വരം അവിടുന്ന് എനിക്ക് നൽകണമേ. ആമേൻ.